എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ജയം പറയുന്നുണ്ട്, ഈ കുടുംബത്തിനൊരു കെട്ടുറപ്പുണ്ടെങ്കിൽ അതിൽ അച്ഛനും അമ്മയ്ക്കും എത്രത്തോളം പങ്കുണ്ടോ അതുപോലെ തന്നെ നയനമോൾക്കും ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ജയൻ അങ്ങോട്ട് പോകുന്നത്. പോയി കഴിയുമ്പം മോളോട് ചോക്ലേറ്റ് ഒക്കെ കഴിച്ചോളാൻ പറഞ്ഞിട്ട് അജയനും അങ്ങ് പോകുന്നുണ്ട്. അവർ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ ഇതൊന്നും പൊട്ടിച്ച് ചോക്ലേറ്റ് കവറൊന്നും പൊട്ടിച്ച് തരാമോ എന്ന് ചോദിച്ച് മോള് ദേവേനയുടെ അടുത്തോട്ട് ചെല്ലുക. അപ്പം ഞാൻ എന്തിനാ പൊട്ടിച്ച് തരുന്നത്, നിനക്ക് കൈയും കാലും ഒക്കെ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുഞ്ഞല്ലേ ഒന്ന് പൊട്ടിച്ച് താ മുത്തശ്ശി എന്ന് പറയും. അന്നേരം ദേവേന് മനസ്സിലോർക്കുക, ഈശ്വര ഇവളെ വെറുക്കണം എന്ന് മനസ്സിലോർത്താലും കാണുമ്പോൾ അറിയാതെ ഇഷ്ടപ്പെട്ടു പോവാണല്ലോ എന്നൊക്കെ ഓർക്കുന്നുണ്ട്. എന്നിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ദേവേനെ അത് പൊട്ടിച്ച് മോളുടെ കയ്യിലോട്ട് കൊടുക്കുക കേട്ടോ. കൊടുത്തു കഴിയുമ്പം വായിലും വെച്ച് കൊടുക്കും ഒരു പീസ് പൊട്ടിച്ച്. എന്നിട്ട് പറയും, ഇത് മുത്തശ്ശിയെ പൊട്ടിച്ച് തന്നെന്ന് ആരോടും പറയരുത് കേട്ടോ എന്ന് പറയുമ്പോൾ ഇല്ലയെന്ന് മോള് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അജയനാണ്. അജയൻ ജാനകിയുടെ അടുത്തോട്ട് ചെന്നിട്ട് പറയുവാണ്, എല്ലാവർക്കും പേരക്കുട്ടികളായി. ഇപ്പം ആദർശിൻ്റെ മോളല്ല ചന്തുമോളെങ്കിലും അവർ ആ കുഞ്ഞിനെ സ്വന്തം മോളായി കണ്ടു തുടങ്ങി. അതുപോലെ അഭിക്കും നവിക്കും ഒരു കുഞ്ഞായി, ഇനി നമുക്കും ഒരു പേരക്കുട്ടി ഉണ്ടാകണ്ടേ എന്ന് ചോദിക്കുമ്പം ജാനകി പറയുവാണ്, അത് ഈ ജന്മം നടക്കും എന്ന് തോന്നുന്നില്ല എന്ന്. അന്നേരം അജയൻ ചോദിക്കുക, അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം അവർ രണ്ടുപേരും ബെഡ്റൂമിൽ ഇന്നും വഴക്കാണ്. രണ്ടുപേരും ഇതുവരെ സ്നേഹിച്ചിട്ടില്ല. അനിയാണെങ്കിൽ ഇതുവരെ അനാമിക മോളെ ഭാര്യയായിട്ട് പോലും കണ്ടിട്ടില്ല. അവർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നാണ് ഒരു ദിവസം നിവൃത്തികെട്ട് മോൾ എന്നോട് പറഞ്ഞത് എന്ന് ജാനകി പറയുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ ജാനകി പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണം നമ്മുടെ മോനാണ്. അവൻ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ആ പെണ്ണിൻ്റെ പുറകെ നടക്കുമല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പം അജയൻ പറയുന്നുണ്ട്, ശരിക്കും അവൾ മതിയായിരുന്നു നമ്മുടെ മരുമോളായിട്ട് എന്ന് പറയുമ്പോഴേക്കും ജാനകി അങ്ങ് പൊട്ടിത്തെറിക്കും. ജാനകി പറയുവാണ്, ദേ ആ ഒരു കാര്യം മാത്രം നിങ്ങൾ സംസാരിക്കരുത്. അനാമിക മോളെ പോലെ നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയിട്ട് നിങ്ങൾ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുമ്പം അവൾ അത്രയ്ക്ക് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കല്യാണം ഒരു അബദ്ധമായി പോയെന്നാണ് അച്ഛനും അമ്മയും അടക്കം എല്ലാവരും പറയുന്നത് എന്ന് അജയൻ പറയുമ്പം ജാനകി പറയുന്നുണ്ട്, അങ്ങനെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് പറയിപ്പിച്ചതാണ് നയന. എൻ്റെ മരുമോളുടെ സ്വഭാവ ഗുണം എന്താണ് എന്ന് എനിക്കറിയാം. അത് തിരിച്ചറിയണമെങ്കിൽ അത് കാണണമെങ്കിൽ നിങ്ങളൊക്കെ കണ്ണ് തുറന്ന് കാണണം, അല്ലെങ്കിൽ കാണാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ജാനകി പോകാൻ തുടങ്ങുമ്പം അജയൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് നിൻ്റെ വാശി നടക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ മോൻ്റെ സുഖമോ അവൻ്റെ മനസ്സമാധാനമോ ഒന്നും നിനക്ക് കാര്യമല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പം ജാനകി പറയുവാണ്, എൻ്റെ മരുമോളെ പോലെ ഒരു നല്ല പെൺകുട്ടി ഇവിടെ ഉള്ളപ്പോൾ അവളെ ഒഴിവാക്കി മറ്റവളുടെ കൂടെ ജീവിക്കാമെന്നും അതുമൂലം ഒരു സുഖമോ സമാധാനമോ അവന് കിട്ടുമെന്നും അവൻ ഈ ജന്മം ചിന്തിക്കേണ്ട, അത് നടക്കൂല എന്ന് പറഞ്ഞിട്ട് ജാനകി അങ്ങ് പോകുമ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുവാണ് അജയൻ. പിന്നെ കാണിക്കുന്നത് ഒരു കപ്പ് ചായയൊക്കെ ആയിട്ട് ദേവയാനി മുത്തശ്ശൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് മുത്തശ്ശന് ചായയൊക്കെ കൊടുക്കും. എന്നിട്ട് പറയുവാണ്, എനിക്ക് അച്ഛനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, നിന്നെ കണ്ടൊന്ന് സംസാരിക്കണമെന്ന് ഞാനും കരുതിയിരിക്കുമായിരുന്നു, ചന്തുമോളുടെ കാര്യമല്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ ആ കുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആദർശിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് എൻ്റെ മനസ്സിൽ ഉറച്ചൊരു കാരണമുണ്ട്. ആദർശ് തെറ്റ് ചെയ്യില്ല എന്ന് ഉറച്ചൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാനിതെല്ലാം ചെയ്തത്. ഒരിക്കലും ആദർശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. പിന്നെ ആ കുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചന്തുമോളുടെ അമ്മ എന്നെ വിളിച്ച് പറഞ്ഞത് അനന്തപുരിയിലെ കൊച്ചുമകനാണ് ചന്തുമോളിലെ അച്ഛൻ എന്നാണ്. അത് മുഴുമിപ്പിക്കാൻ മോൾക്ക് പറ്റിയില്ല. ഏതായാലും അസുഖത്തിൻ്റെ തീവ്രത കൊണ്ട് അവൾ കോമ സ്റ്റേജിലായി പോവുകയും ചെയ്യും. എന്നിട്ടും മരണക്കിടക്കയിൽ വെച്ച് അവൾ എന്നോട് പറയാൻ ശ്രമിച്ചതിൽ ചില സത്യങ്ങളുണ്ട് എന്ന് എനിക്കറിയാവുന്നതുകൊണ്ടും പിന്നീട് മരണ വീട്ടിൽ നടന്ന പല കാര്യങ്ങൾ കണ്ടപ്പോഴും അവിടുന്ന് തിരിച്ചിറങ്ങി പോന്നപ്പോൾ ചന്തുമോൾ ഓടി വന്ന് അച്ഛ എന്ന് പറഞ്ഞ് ആദർശിൻ്റെ കാലേ വീണ് കയ്യെ പിടിച്ച് കരഞ്ഞപ്പോഴും ഒക്കെ അത് കണ്ടു നിൽക്കാൻ വയ്യായിരുന്നു. അതുകൊണ്ട് ഇതിലെന്തൊക്കെയോ കാര്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് എനിക്കറിയാം. എങ്കിലും ചന്തുമോളുടെ സഹായാവസ്ഥ മനസ്സിലാക്കിയാണ് അവളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നിന്നോട് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞേക്കാം, ആദർശ് ഇതിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇതിലെന്തോ ചതി നടക്കുന്നുണ്ട്, അതൊരിക്കൽ തെളിയും എന്ന് മുത്തശ്ശൻ പറയുക. അന്നേരം ദേവേനി ചോദിക്കുന്നുണ്ട്, ആദർശ് തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ അവനത് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണ്ടേ അച്ഛ എന്ന്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിപ്പം പ്രൂവ് ചെയ്താലും ഇല്ലെങ്കിലും ഇനിയിപ്പം ചന്തുമോളെ നയനമോള് വിട്ടുകളയാനൊന്നും പോകുന്നില്ല. അവളുടെ സ്വന്തം മോളായിട്ട് ആ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞു എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, അങ്ങനെ അവൾ കാണാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത അച്ഛനല്ലേ എന്ന്. അന്നേരം മുത്തശ്ശനും പിന്നെയും ചോദിക്കുന്നുണ്ട്, ആദർശ നയനമോളും കൂടി ഡോക്ടർ ഹേമയെ പോയി കണ്ടില്ലായിരുന്നു, എന്നിട്ട് വന്നിട്ട് റിസൾട്ട് എന്തെങ്കിലും പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞായിരുന്നു, ആദർശന് ഉടനെ ഒന്നും ഒരു കുട്ടി ഉണ്ടാകില്ല, അവന് ചെറിയ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് കുറച്ച് നാൾ മെഡിസിൻ എടുക്കണം എന്നാണ് പറഞ്ഞത് എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ആ ഒരു അവസ്ഥ മുൻകൂട്ടി കണ്ട് ഞാൻ ചന്തുമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതൊന്നുമല്ല. അവർ രണ്ടുപേരും ആ കുട്ടിയെ ഇപ്പോൾ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതങ്ങനെ അങ്ങ് പോകട്ടെ. ഏതായാലും ഇതിൻ്റെ
അതിനകത്ത് നടന്ന ചതി എന്താണെങ്കിലും ഒരിക്കൽ പുറത്തു വരും, അന്ന് നിനക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനും അങ്ങോട്ട് പോവാം കേട്ടോ. ദേവേനെ ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് നിൽപ്പുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേണുവിനെയും അനാമികയും ഒക്കെയാണ്. വേണുവിന് ഭയങ്കര സന്തോഷം, കാരണം നന്ദുവിനെ അവിടെ ഇട്ട് ട്രെയിനർ വട്ടം കറക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു സന്തോഷം ഇങ്ങനെ പറഞ്ഞ് ചുമ്മാ ചിരിക്കുക. അന്നേരം രേവതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയാമെന്ന് പറയുമ്പോൾ, അല്ല ആ നന്ദു എന്ന് പറഞ്ഞ അവളില്ല, അവളുടെ ആ ട്രെയിനിങ് ക്യാമ്പിലെ അവസ്ഥ ഓർത്ത് ഞാൻ ചിരിച്ചതാണ്, അവളെ ശരിക്കും ഇട്ട് വട്ടം കറക്കുന്നുണ്ട് വേണു സാറ്. കഴിഞ്ഞ ദിവസം ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിരുന്നപ്പോൾ അവളുടെ ഫോണിൽ ഒരു കോള് വന്നു, ആ ഫോൺ പിടിച്ചു വാങ്ങി നോക്കിയപ്പോൾ ആരാണെന്ന് നിനക്ക് അറിയാവോ അനാമിക എന്ന് ചോദിക്കുമ്പോൾ, വേറെ ആരാ, എൻ്റെ കെട്ടിയവൻ അനിയ തന്നെയായിരിക്കും എന്ന് പറയുക. അന്നേരം അവൻ തന്നെയായിരുന്നു, പിന്നെ നിൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി അവൾ ശ്രമിക്കുന്ന കാര്യമൊക്കെ ഞാൻ വേണു സാറിനോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് വേണു സാറിന് കാര്യമെല്ലാം മനസ്സിലായി, അതുകൊണ്ട് തന്നെ അവളെ ഇട്ട് നക്ഷത്രം എണ്ണിക്കുവാണ് എന്ന് പറയും. എന്നിട്ട് അനാമികയോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പം നീയും അനിയും തമ്മിൽ ഒരു കുടുംബജീവിതം ഉണ്ടാകും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് അവിടുന്ന് എന്തെങ്കിലും കാര്യമായിട്ട് നേടിയെടുക്കാൻ ശ്രമിക്കാൻ മേലായിരുന്നോ, നിൻ്റെ അമ്മായിമ്മയുടെ പേരിൽ ഒരുപാട് സ്വത്തുള്ളതല്ലേ, അതിൽ കുറച്ചെങ്കിലും നിൻ്റെ പേരിലേക്ക് എഴുതി തരാൻ നിനക്ക് പറയാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുമ്പം അനാമിക പറയുന്നുണ്ട്, അതിലേക്കൊന്നും എത്താറായിട്ടില്ല അച്ഛാ, ഇനിയിപ്പോൾ അമ്മ അങ്ങനെ ചെയ്താൽ തന്നെ അനിയും അനിയുടെ അച്ഛനൊക്കെ എതിർക്കും, അതുകൊണ്ട് ആ കുടുംബത്തിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കി നാല് വഴിക്കാക്കണം, എങ്കിലേ എന്തെങ്കിലും നടക്കുകയുള്ളൂ എന്ന് പറയുമ്പം വേണു പറയുവാണ്, ആ കാർന്നോർ അവിടെ ജീവിച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം, അങ്ങേരുള്ളിടത്തോളം കാലം ഇതൊന്നും നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുക. അന്നേരം അനാമിക പറയുന്നുണ്ട്, പയ്യെ എല്ലാം സാധിച്ചെടുക്കാം, അല്ലാതെ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. എങ്കിലും നന്ദു അവിടെ കിടന്ന് കഷ്ടപ്പെടുവാണല്ലോ എന്ന് ഓർക്കുമ്പം ഭയങ്കര സന്തോഷമാണ് അനാമികയ്ക്ക്. അനാമിക അത് വേണുവിനോട് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ആദർശിനെയും നയനെയാണ്. രണ്ടുപേരുടെ ചന്തുമോൾക്ക് എന്തൊക്കെയോ കളിപ്പാട്ടങ്ങളും അതുപോലെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുവാണ്. നയനെ കാണുന്ന ഓടിപ്പോയി നയനാമ്മേ എന്ന് പറഞ്ഞെങ്കിൽ അടുത്തോട്ട് ഓടി ചെല്ലൂട്ടോ ചന്തുമോള്. ചന്തുമോളെ എടുത്ത് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് നയന. എന്നിട്ട് ഇരുന്നിട്ട് മോൾക്ക് എന്താ മേടിച്ചുകൊണ്ട് വന്നേക്കുന്നതെന്ന് കാണണ്ടേ എന്നിങ്ങനെ ചോദിച്ചിട്ട് ഒരു കവർ തുറന്ന് കാണിക്കുവാണ്. അതിൻ്റെ അകത്ത് മോൾക്കൊരു ഉടുപ്പാട്ടോ. എന്നിട്ട് പറയും, ഈ ഉടുപ്പ് കിട്ട്, ഞാൻ എൻ്റെ മോളെ നല്ല സുന്ദരിയാക്കിയിട്ട് വരട്ടെ എന്നിങ്ങനെ പറയുമ്പം ആദർശന് നേരത്തെ ദേഷ്യമൊന്നും ഇല്ല കേട്ടോ മോളോട്. എങ്കിൽ ഞാനും കൂടെ വരാമെന്ന് പറയും. അന്നേരം നയന പറയും, അതെ, പെൺകുട്ടികൾ ഡ്രസ്സ് മാറുന്നിടത്ത് ആണുങ്ങൾ വരേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഒരുങ്ങി റെഡിയായി നല്ല സുന്ദരിയായിട്ട് ഞങ്ങൾ അമ്മമ്മയുടെ അടുത്തോട്ട് പോകാൻ തുടങ്ങുവാണ് എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ റെഡിയായി സുന്ദരിയായതിന് ശേഷം ഇടയ്ക്ക് എൻ്റെ അടുത്തോടുകൂടെ വരണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ പോകത്തില്ല, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് പോകണമെങ്കിൽ എനിക്കൊരു നല്ലൊരു ചക്കര ഉമ്മതാണ്, എന്നാലേ ഞാൻ പോളൂ എന്നൊക്കെ ആദർശ് പറയുവാണ്. ഏതായാലും നയന മോളെ എടുത്തുകൊണ്ട് ആദർശിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നു. ആദർശിന് നല്ലൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് മോള്. അതിനുശേഷം മോളെ ഒരുക്കി നല്ല സുന്ദരിയാക്കി ദേവേനയുടെ അടുത്തോട്ട് പറഞ്ഞു വിടുവാണ് നയന. എന്നിട്ട് മോള് ദേവേനയുടെ അടുത്ത് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് കണ്ടോ, പുതിയ ഡ്രസ്സാണ്, ഇതിട്ടിട്ട് ഞാൻ സുന്ദരിയാണോ നല്ലതാണോ എന്നൊക്കെ ചോദിക്കുമ്പം ദേവേന മനസ്സിൽ ഓർക്കുന്നുണ്ട്, പുതിയ ഡ്രസ്സിൽ നല്ല ഭംഗിയുണ്ടല്ലോ മോളെ കാണാനെന്ന്. പക്ഷെ അത് പുറത്ത് കാണിക്കാതെ, ഇതൊക്കെ ഇട്ട് എൻ്റെ അടുത്തേക്ക് വരേണ്ട കാര്യം എന്തായിരുന്നു നിനക്ക്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ അടുത്തോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുമ്പം, എന്നോട് നയനാമ്മ പറഞ്ഞിട്ടാണ് വന്നത് എന്ന് പറയും. അവൾ അങ്ങനെ പറയും എന്നെനിക്ക് അറിയാമെന്ന് ദേവേന പറയുന്നുണ്ട്. അന്നത്തേക്കും നയനെ അങ്ങോട്ട് ചെല്ലും. എന്നിട്ട് എങ്ങനെയുണ്ടമ്മേ മോളുടെ ഡ്രസ്സെന്ന് ചോദിക്കുമ്പം, അതൊക്കെ എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ, നീ അവളെ മകളായിട്ട് ഏറ്റെടുത്ത് വെക്കുമല്ലേ, നീ തന്നെ നോക്കിയാൽ മതി, എന്നോട് കൂടുതൽ ചോദ്യമൊന്നും വേണ്ട എന്ന് പറയുമ്പം, അമ്മ ആദർശേട്ടൻ്റെ സന്തോഷം അത് ഞാൻ മനസ്സിൽ കണ്ടോളൂ, ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ആദർശേട്ടൻ്റെ കൂടെ നിൽക്കുന്നതാണ് എന്ന് പറയുക. അന്നേരം ദേവേന ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് പ്രൂവ് ചെയ്യാലോ, അതിനെന്താ ശ്രമിക്കാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം നയന പറയും, ഇപ്പോൾ പ്രൂവ് ചെയ്താലും ഇല്ലെങ്കിലും മോളെ ഞാൻ വിട്ടുകളയാനൊന്നും പോകുന്നില്ല, മോളെ ഞാൻ എൻ്റെ സ്വന്തം മോളായിട്ട് തന്നെ ഇനി കാണാൻ തീരുമാനിച്ചിട്ടുള്ളൂ എന്നങ്ങനെ പറയുക കേട്ടോ. എന്നിട്ട് ദേവേനോട് പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ മുഖം തിരിച്ച് നടക്കരുത് ആദർശേട്ടനോട്, ആദർശേട്ടൻ അത് ഭയങ്കര വിഷമമാണെന്ന് പറയുമ്പം, നിനക്ക് ആദർശേട്ടൻ്റെ വിഷമം മാത്രം കണ്ടാൽ മതിയല്ലോ, ബാക്കിയുള്ളവരുടെ നെഞ്ചു പൊട്ടുന്നൊന്നും നിനക്ക് കാണണ്ടല്ലോ എന്ന് പറയുമ്പോൾ, അമ്മ എന്തിനാ ഈ കൊച്ചുകുട്ടിയോട് ഇതുപോലെ ദേഷ്യം കാണിക്കുന്നത്, അമ്മയുടെ മനസ്സിൽ അവളോട് നല്ല സ്നേഹമുണ്ട് എന്ന് എനിക്കറിയാം, എന്നിട്ട് ഇങ്ങനെ പുറമേ ഈ ദേഷ്യം അഭിനയിക്കുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും അല്ല എന്ന് പറയുമ്പോൾ, ഇതെല്ലാം മാറും, ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുമ്പം അമ്മ ഇതെല്ലാം ചെയ്തത് മോശമായി പോയല്ലോ എന്നോർത്ത് അമ്മ വിഷമിക്കേണ്ടി വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോവാണ്. ദേവേനിക്ക് മോളെ സ്നേഹിക്കണമെന്നുണ്ട്, പക്ഷേ ആദർശിൻ്റെ മേൽ ഇതുപോലൊരു കളങ്കം കിടക്കുവാണല്ലോ എന്നോർക്കുമ്പോൾ സങ്കടമുണ്ട്. പിന്നെ നയനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആദർശ് ആകെ വിഷമിച്ചിരിക്കുക. അന്നേരം നയന ആദർശിനോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ വന്നപ്പോൾ ആദർശേട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ, ഇപ്പം എന്ത് പറ്റിയെന്ന് ചോദിക്കുക. അന്നേരം ആദർശ് പറയുവാണ്, ചന്തുമോൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം അമ്മ എനിക്ക് മുഖം തരുന്നില്ല, എന്നോടൊന്നും സംസാരിക്കുന്നില്ല, എന്നെ സ്നേഹിക്കുന്നവരെ എന്നോട് ഇങ്ങനെ പെരുമാറുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, അതൊന്നും ആദർശേട്ടൻ കാര്യമാക്കണ്ട, അമ്മയുടെ സ്വഭാവം നമുക്കറിയത്തില്ലേ, പയ്യെ പയ്യെ അമ്മ നമ്മുടെ വഴിക്ക് വന്നോളും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഇതെല്ലാം എൻ്റെ തലയിലാക്കിയതിന് ശേഷം വളരെ സ്വതന്ത്രമായിട്ട് വളരെ സന്തോഷിച്ച് നടക്കുന്ന
ഒരുത്തിന് ഇവിടെ ഉണ്ട്, ഏതായാലും അത് എങ്ങനെയെങ്കിലും തെളിയിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. നയനി അന്നേരം പറയുന്നുണ്ട് കേട്ടോ, ഏതായാലും അത് ഒരുപാട് താമസമൊന്നും വേണ്ടല്ലോ ആദർശിട്ട്, അത് പുറത്ത് വരും, എങ്കിലും നമ്മൾ ചന്തുമോളെ കൈവിട്ട് കളയില്ല കേട്ടോ എന്ന് നയന പറയുന്നുണ്ട്. ഈ സെയിം ഡയലോഗ് എല്ലാവരും ഒരു 100 പ്രാവശ്യം പറയുന്നുണ്ട് കേട്ടോ. ഇത്രയും പറഞ്ഞിട്ട് നയനി അങ്ങോട്ട് പോകും. നയന പോയി കഴിയുമ്പോഴേക്കും ആദർശ ജയൻ്റെ അടുത്തോട്ട് ചെല്ലും. എന്നിട്ട് അമ്മ ഇതുവരെ ഒന്നും അയഞ്ഞില്ലല്ലോ അച്ഛാ, അമ്മയുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ലല്ലോ ഇപ്പോഴും എന്ന് പറയുമ്പം ജയൻ പറയുന്നുണ്ട്, അവളുടെ മനസ്സിൽ സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ നിൻ്റെ മേൽ ഇങ്ങനൊരു കളങ്കം ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ അവൾക്ക് വിഷമമാണ്. അതൊന്ന് പ്രൂവ് ചെയ്യാൻ നിനക്ക് ശ്രമിക്കാൻ മേലായിരുന്നു, നിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന്. അതെന്താ നീ അങ്ങനെ ചെയ്യാത്തത് എന്ന് ചോദിക്കുമ്പം അതിന് അങ്ങനെ ചെയ്യുന്നില്ല എന്ന് ആരാ പറഞ്ഞത്, എല്ലാം തെളിയാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, അത് പെട്ടെന്ന് തന്നെ അറിയും എന്നിങ്ങനെ പറയുക. അന്നേരം അജയൻ അങ്ങോട്ട് വരും. എന്നിട്ട് പറയുന്നുണ്ട്, അനി പറഞ്ഞത് അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്താലും നീ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നാണ്, അതിൽ ഞങ്ങൾക്കും വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ് അച്ഛനോടൊപ്പം ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത്, എങ്കിലും ഇത് തെളിയണം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം ആദർശ് പറയുന്നുണ്ട്, പല പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അവിടുത്തെ അനഘയുടെ നിസ്സഹായാവസ്ഥയും മോളുടെ ബുദ്ധിമുട്ടും ഒക്കെ കണ്ടാണ് മുത്തശ്ശൻ ആ കുഞ്ഞിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്, അപ്പോഴും ഞാൻ തെറ്റ് ചെയ്യാതെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വന്നല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത് എന്ന് ആദർശ് പറയുക. അന്നേരം അജയൻ പറയുന്നുണ്ട്, അന്ന് നിങ്ങൾ പോയപ്പോൾ നിങ്ങളുടെ കൂടെ ഒരു കുറുക്കനില്ലായിരുന്നു, അവനാണോ ഇതെല്ലാം ചെയ്തത് എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, എനിക്കും സംശയമുണ്ട്, അവൻ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ വണ്ടി വെച്ച് ഞങ്ങളോട് പറഞ്ഞു ആ കുട്ടി അവൻ്റേതാണ് എന്ന് എല്ലാവരോടും പറഞ്ഞാൽ മതിയെന്ന്, അതിൽ എനിക്ക് സംശയമുണ്ട് എന്ന് പറയുക. അന്നേരം ജയൻ ചോദിക്കുന്നുണ്ട്, അത്രയും വലിയ ഒരു ത്യാഗമൊക്കെ അവൻ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പം അവൻ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവന് പല ഉദ്ദേശങ്ങൾ മനസ്സിലുണ്ട്, അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്, അതിലും എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം പോയി കഴിയുമ്പം അജയൻ പറയുന്നുണ്ട്, അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തായിരുന്നുവെങ്കിൽ അവൻ മറ്റൊരു വിവാഹം കഴിക്കില്ലായിരുന്നു, ആ കുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേനെ, അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതിൻ്റെ അകത്ത് വേറെ എന്തൊക്കെയോ ചതികളുണ്ട് എന്ന് അജയൻ പറയുമ്പം ജയനും അത് സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അന്നേരവും ജയൻ പറയും കേട്ടോ, എന്തൊക്കെ ആയിക്കോട്ടെ ആദർശിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് തെളിഞ്ഞാൽ മതി, ചന്തുമോള് ഇപ്പം ആരുടെ മകളാണെങ്കിലും അവൾ ഇനി തൊട്ട് ഇവിടെ തന്നെ വളരും, അതിന് മാറ്റമൊന്നുമില്ല എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. അന്നേരം ഇത് കേട്ടോണ്ട് അങ്ങോട്ട് അബി വരുന്നുണ്ട്. അബിക്ക് ചെറിയ പേടിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടല്ലോ ഉണ്ടോ മുഖത്ത്, ആരും ഇത് വിശ്വസിക്കുന്നില്ലേ എന്ന് ഓർത്തിട്ടായിരിക്കും. ഏതായാലും അങ്ങനെ ഒരു വിഷമത്തോടെ നിൽക്കുന്ന അബിയുടെ മുഖം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.